നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ നമ്മളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചതിക്കുന്ന രണ്ട് ബിഹേവിയർ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേതാണ് കൺഫർമേഷൻ ബയസ് എന്ന് പറയും. കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത് നമ്മൾ പക്ഷാപാതപരമായ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ, അതായത് മുൻവിധിയോടുകൂടി അല്ലെങ്കിൽ നിഷ്പക്ഷമായി ഒരു കാര്യത്തെ സമീപിക്കാതിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു ബയസാണ്. നമുക്ക് ഓൾറെഡി ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമുക്ക് ഓൾറെഡി ഒരു തീരുമാനമായിട്ടുണ്ടാവും. നമ്മൾ ഈ തീരുമാനത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റയും എവിഡൻസും എല്ലാം കൊണ്ടുവന്നു. ഇനി ഇതിന് ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് പറഞ്ഞാലോ അതിന് നമ്മൾ അംഗീകരിക്കത്തില്ല. നമുക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നമുക്കൊരു 2-3 വർഷം മുന്നേ ഇവിടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരുന്നല്ലോ. അപ്പൊ അന്ന് ഒരുപാട് പേര് ഇത് ചെന്ന് ചാടിക്കൊടുത്ത് ഒരുപാട് പേരുടെ പൈസ നഷ്ടമായി. അപ്പൊ ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവരോട് ഇവരുടെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇത് തട്ടിപ്പാണ്, ഇങ്ങനെയാണ്, ഇത് ചെയ്യരുത്, ജോയിൻ ചെയ്യരുത്, പൈസ പോകും. അതിനുവേണ്ടി അവർ ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ ആൾക്കാർ, ഈ കൺഫർമേഷൻ ബയസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഇവർ ഇത് കേട്ടിട്ട് വേറെ രീതിയിൽ ചിന്തിക്കും. ഇവർ വിചാരിക്കും, ഓ ഇവർക്ക് നമ്മൾ വളരുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് ഈ നമ്മളെ ബന്ധുക്കളും ഫ്രണ്ട്സൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുന്നത്. നമ്മൾ കമ്പനിയുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ കമ്പനി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ഇൻഫർമേഷനും കുറേ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇവർ ഇത് അതേപടി വിഴുങ്ങിയിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരും. എന്നിട്ട് നമ്മൾ പറയുന്നതിനൊന്നും ഇവർ അംഗീകരിക്കില്ല, അതിനവർ ഇഗ്നോർ ചെയ്ത് കളയും. ഈ ഒരു ബിഹേവിയറാണ് ആക്ച്വലി കൺഫർമേഷൻ ബയസ്. നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ പലപ്പോഴും ഉണ്ടാവും, നമ്മളെ മുതിർന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തീരെ സാധിക്കില്ല. കാരണം അവർക്ക് ഓൾറെഡി അവരുടെ ഒരു ബിലീഫ് സെറ്റ് ആയിട്ടുണ്ട്. അത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾക്കല്ലാതെ ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് കൺഫർമേഷൻ ബയസ്. രണ്ടാമത്തെ ബയസ് ആണെന്ന് പറയുന്നതാണ് ഒപ്റ്റിമിസം ബയസ്. ഒപ്റ്റിമിസം ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒപ്റ്റിമിസം എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശുഭപ്രതീക്ഷയാണ്. ശരിക്കും നല്ലതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ പൊതുവെ എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടന്നു, ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതായിട്ട് നടക്കും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ അവിടെ വേറെ സ്ഥലത്താണ് ഈ പ്രശ്നങ്ങളുള്ളത്, നമുക്ക് ഈ പ്രശ്നങ്ങൾ വരാമെന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കില്ല. ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ പെടുത്തൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സമയത്തും ഈ ബിസിനസ്സിനെ പറ്റി യാതൊരു ധാരണയില്ലാതെ, ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുമാണ്. ഈ ബിസിനസ്സിൽ നമ്മൾ ഒരുപാട് കേസ് കേട്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു ഐഡിയ ഇവർക്ക് ഭയങ്കര സൂപ്പറാണെന്ന് തോന്നുന്ന ഐഡിയ ആയിരിക്കും, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇവർ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മൊത്തം പൈസ വാങ്ങിക്കും, എന്നിട്ട് ബിസിനസ് തുടങ്ങും. ഈ ബിസിനസ്സിലെ വരും വരായികകൾ, അതിലെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള ഒരു ധാരണ ഉണ്ടാവില്ല. ഇവർ വിചാരിക്കുന്നത് ഇത് തുടങ്ങിയ ഉടനെ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ഉഷാറായിട്ട് നടക്കും. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പറ്റത്തില്ല. നെഗറ്റീവ്, ഇയാൾ എന്ത് നെഗറ്റീവാണ്, ഇങ്ങനെ കുറെ നെഗറ്റീവ് പറയുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ ഒരു ചിന്താഗതി. പക്ഷെ സംഭവിക്കൽ എന്താ, ഇത് തുടങ്ങിക്കഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കയറി വരും. ഫൈനലി ഇത് പൊട്ടിപ്പോയി, പിന്നെ അവസാനം നാട് വിട്ട് ആകെ അലമ്പാകും. അപ്പം ഈ രണ്ട് ബിഹേവിയറും നമ്മൾ സ്വയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് വേറൊരാൾ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പിന്നെ അതുപോലെ ഒപ്റ്റിമിസം ബയസ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ശരിക്കും ശരിയാണ്, നമ്മളൊരു നെഗറ്റീവ് കാര്യം പറയുമ്പോൾ നമുക്കൊരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ ആണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ അത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഇതേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും. ഒരിക്കലും എല്ലാം സൂപ്പർ ആകും, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുള്ള രീതിയിൽ ഒരിക്കലും ഡിസിഷൻസ് മേക്ക് ചെയ്യരുത്. എപ്പോഴും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ആണ് എടുക്കേണ്ടത്. റിസ്ക് എടുക്കണം, പക്ഷെ റിസ്ക് മാനേജ് ചെയ്യാൻ പഠിക്കണം. റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസ്ക് ഫെയിൽ ആയിക്കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ഒരു ചലഞ്ച് ഫെയിൽ ആയാൽ അതിൻ്റെ കോൺസിക്വൻസസ് നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിസ്ക് എടുക്കരുത്. അത് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസ്ക് എടുത്ത് നോക്കാം. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതേപോലെ ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഓൾ, ബൈ.